കലൂർ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് കാൽവഴുതി താഴേക്ക് വീണ MLA ഉമാ തോമസിന് പരിക്ക്. ദക്ഷിണ കൊറിയയിൽ വിമാനം തകർന്നു വീണ് 179 മരണമായി. നമസ്കാരം. ഈ മണിക്കൂറിലെ ഏറ്റവും പ്രധാനപ്പെട്ട 10 വാർത്തകളുമായി ജനീക ഓൺലൈൻ മോജി ന്യൂസിലേക്ക് സ്വാഗതം. കലൂർ സ്റ്റേഡിയത്തിലെ ഗാലറിയിൽ നിന്ന് കാൽവഴുതി താഴേക്ക് വീണ് ഉമാ തോമസ് MLAക്ക് പരിക്ക്. നൃത്ത പരിപാടിയിൽ പങ്കെടുക്കാൻ എത്തിയപ്പോഴായിരുന്നു അപകടം. ഗാലറിയുടെ വശത്തു നിന്ന് MLA താഴേക്ക് വീഴുകയായിരുന്നു. ബാരിക്കേഡ് സ്ഥാപിച്ച പൈപ്പ് വീണ് തലയിൽ പരിക്കേറ്റിട്ടുണ്ട്. MLA സ്വകാര്യ ആശുപത്രി പ്രവേശിപ്പിച്ചു. പരിശോധന നടക്കുകയാണെന്ന് ആശുപത്രി അധികൃതർ പറഞ്ഞു. ദക്ഷിണ കൊറിയയിൽ വിമാനാപകടത്തിൽ 179 യാത്രക്കാർ മരിച്ചു. മുവാൻ വിമാനത്താവളത്തിൽ ലാൻഡിങ്ങിനിടെയാണ് അപകടമുണ്ടായത്. 175 യാത്രക്കാർ അടക്കം 181 പേരുമായി തായ്ലാന്റിൽ നിന്നുമെത്തിയ ജെജു വിമാനമാണ് ലാൻഡ് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടെ മുവാൻ വിമാനത്താവളത്തിൽ തകർന്നത്. ലാൻഡിങ്ങിനിടെ റൺവേയിൽ നിന്ന് തെന്നിമാറിയ വിമാനം ചുറ്റുമതിലിൽ ഇടിച്ചാണ് തകർന്നത്. 175 യാത്രക്കാരും 6 ജീവനക്കാരുമാണ് വിമാനത്തിലുണ്ടായിരുന്നത്. പക്ഷി ഇടിച്ചതിനെ തുടർന്നാണ് അപകടമെന്നാണ് പ്രാഥമിക നിഗമനം. ഇടുക്കി മുള്ളരിങ്ങാട് കാട്ടാനാക്രമണത്തിൽ ഒരാൾ മരിച്ചു. അമർ ഇലാഹിയാണ് മരിച്ചത്. തേക്കൻകൂപ്പിൽ പശുവിനെ അഴിക്കാൻ പോയപ്പോഴാണ് കാട്ടാൻ ആക്രമിച്ചത്. ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് മൻസൂർ ഓടി രക്ഷപ്പെട്ടു. കാട്ടാനയുടെ ആക്രമണത്തിൽ അമറിന് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഉടൻ തന്നെ തൊടുപുഴ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല. ഗുജറാത്തിലെ ഫ്ലൂറോ കെമിക്കൽസ് ലിമിറ്റഡ് എന്ന രാസവസ്തുക്കൾ നിർമ്മിക്കുന്ന ഫാക്ടറിയിൽ നിന്നും വിഷപ്പുക ശ്വസിച്ച് 4 ജീവനക്കാർ മരിച്ചു. ബറൂച്ച് ജില്ലയിലെ ദഹേജ ജില്ലയിലാണ് സംഭവം. ഞായറാഴ്ച അതിരാവിലെയാണ് ഗ്യാസ് പോകുന്ന പൈപ്പ് ലൈനിൽ ലീക്ക് ഉണ്ടായത്. 4 പേരെയും പെട്ടെന്ന് തന്നെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചെങ്കിലും ജീവൻ രക്ഷപ്പെടുത്താനായില്ലെന്ന് ബറൂച്ച് SP മയൂർ ചാവ്ഡെ അറിയിച്ചു. മദ്യപിക്കാൻ പണം നൽകാത്തതിന് അമ്മയെ വെട്ടിപ്പരിക്കേൽപ്പിച്ച മകൻ പിടിയിൽ. കൊല്ലം തേവലക്കരയിലാണ് സംഭവം. ഗുരുതരമായി പരിക്കേറ്റ കൃഷ്ണകുമാരിയെയാണ് വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രവേശിപ്പിച്ചത്. മനുമോഹനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. മനുമോഹൻ സ്ഥിരം മദ്യപാനിയാണെന്നും വീട്ടിലെത്തി വഴക്കുണ്ടാക്കുന്നത് പതിവാണെന്നും നാട്ടുകാർ പറയുന്നു. നേരത്തെ തന്നെ പോലീസിനെ ഇക്കാര്യം അറിയിച്ചിരുന്നതാണ്. വീട്ടിൽ പോലീസ് എത്തി പല തർക്കങ്ങളും പരിഹരിക്കുകയും ചെയ്തിട്ടുണ്ട്. അന്തരിച്ച MT വാസുദേവൻ നായർക്ക് ആദരമർപ്പിക്കുന്നതിനായി സാംസ്കാരിക വകുപ്പ് സംഘടിപ്പിക്കുന്ന അനുസ്മരണ സമ്മേളനം മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്യും. തിരുവനന്തപുരം ടാഗോർ തിയേറ്ററിൽ 31-ന് വൈകിട്ട് 3-ന് നടക്കുന്ന ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷനാകും. ചടങ്ങിലേക്ക് ഉള്ള പ്രവേശനം സൗജന്യമാണ്. ജമ്മു കശ്മീരിൽ ഈ വർഷം ഇതുവരെ 75 ഭീകരരെയാണ് സുരക്ഷാ സേന വധിച്ചത്. കൊല്ലപ്പെട്ട ഭീകരിൽ 60% പാകിസ്ഥാനിൽ നിന്നുള്ളവരാണെന്ന് സൈനിക ഉദ്യോഗസ്ഥർ വ്യക്തമാക്കി. വിനോദസഞ്ചാരികൾക്ക് ഏറ്റവും അപകടകരമായ നഗരങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയിലെ 2 നഗരങ്ങളും ഫോർബ്സ് അഡ്വൈസറിന്റെ റിപ്പോർട്ടിലാണ് ഇക്കാര്യമുള്ളത്. ലോകത്തെ 60 നഗരങ്ങളിലെ 7 സുരക്ഷാ മാനദണ്ഡങ്ങൾ പരിഗണിച്ചാണ് പട്ടിക തയ്യാറാക്കിയത്. ഇന്ത്യയുടെ തലസ്ഥാനമായ ന്യൂഡൽഹി, സാമ്പത്തിക തലസ്ഥാനമായ മുംബൈ എന്നിവ യഥാക്രമം 12, 14 സ്ഥാനങ്ങളിലുണ്ട്. ഡൽഹിക്ക് 77.68 മാർക്കും മുംബൈക്ക് 77.36 മാർക്കുമാണുള്ളത്. കനത്ത മഞ്ഞുവീഴ്ചയെ തുടർന്ന് കശ്മീരിൽ കുടുങ്ങിപ്പോയ വിനോദസഞ്ചാരികൾക്ക് തുണയായി മുസ്ലിം പള്ളി. ശ്രീനഗർ സോനാമാർഗ് ദേശീയപാതയിലെ ഗുന്ദിലെ പള്ളിയിലാണ് സഞ്ചാരികളെ വരവേറ്റത്. പഞ്ചാബിൽ നിന്നുള്ള 1 ഡസനോളം പേർക്കാണ് പള്ളി അഭയകേന്ദ്രമായത്. ശനിയാഴ്ച നടന്ന സംഭവത്തിന്റെ ഹൃദയം നിറയ്ക്കുന്ന ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ ഇതിനകം വൈറലായിരുന്നു. റഷ്യയിൽ നിന്നുള്ള വെടിയേറ്റാണ് അസർബൈജാൻ എയർലൈൻസ് വിമാനം കസാഖിസ്ഥാനിൽ തകർന്നു വീണതെന്ന് അസർബൈജാൻ പ്രസിഡന്റ് ഇൽഹാം അലിയേവ് 38 പേരുടെ മരണത്തിനിടയാക്കിയ വിമാനാപകടത്തിന് കാരണം മറച്ചുവെക്കാൻ റഷ്യ ശ്രമിച്ചുവെന്നും കുറ്റം സമ്മതിക്കണമെന്നും ഇൽഹാം അലിയേവ് വ്യക്തമാക്കിയതായും അസർബൈജാൻ സ്റ്റേറ്റ് ടെലിവിഷനെ ഉദ്ധരിച്ച് റോയിട്ടേഴ്സ് റിപ്പോർട്ട് ചെയ്യുന്നു. ജനീക ഓൺലൈൻ മോജി ന്യൂസിലെ വീണ്ടും കാണാം. കൂടുതൽ വാർത്തകൾക്കും വീഡിയോകൾക്കുമായി ജനീകത്തിന്റെ വെബ്സൈറ്റ്, YouTube ചാനൽ സന്ദർശിക്കുക.